വെൽക്കം ബാക്ക് ടു വ്യൂസ് വിത്ത് APK. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്താ വിചാരിച്ച് ഇന്ന് നമ്മുടെ ജുറാസിക് വേൾഡ് റീബർത്ത് അത് ഞാൻ യെസ്റ്റർഡേ ആണ് കണ്ടത്. ഒരുപാട് പ്രതീക്ഷയോടാണ് കേട്ടോ ഞാൻ പോയത്. കാരണം എനിക്ക് ജുറാസിക് വേൾഡിന് ഞാൻ ഇതിനു മുമ്പുള്ള സീരീസ് അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള എല്ലാ പാർട്ടും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന്. പക്ഷേ എന്താ പറയുക, അങ്ങനെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിട്ട് ഒന്നും എനിക്ക് തോന്നിയില്ല. കാരണം ഒരു പഴയ സാധനം പുതിയൊരു ഇതിലേക്ക് അവതരിപ്പിക്കുന്നു എന്നല്ലാതെ കുറച്ച് ഡൈനോസറിനൊക്കെ കുറച്ച് വലിപ്പം വെച്ചിട്ടുണ്ട്, വാലിൽ നീളം വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഡിഫറെൻറ്റ് ഇതുള്ള രൂപത്തിലുള്ള ഒരു ഡൈനോസറിനെയൊക്കെ വെച്ചേക്കുന്നത്. അതല്ലാതെ അങ്ങനെ പ്രത്യേകിച്ചൊരു ഒരു എന്താ പറയുന്നത് ഒരു ഡിഫറെൻറ്റ് സ്റ്റോറി എന്നൊന്നും പറയാനില്ല. പക്ഷെ ഞാൻ എൻഗേജ്ഡ് ആയിരുന്നു. ഐ മീൻ ഒരു 2 hours അല്ലെങ്കിൽ 2.5 hours ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മൂവി എനിക്ക് ബോറൊന്നും അടിച്ചില്ല ഒരു സ്റ്റേജിലും. അതൊരു പോസിറ്റീവായിട്ട് തന്നെ എനിക്ക് തോന്നി. പിന്നെ നമ്മൾ ഈ പഴയ സ്റ്റോറി ഒന്നും വെച്ചിട്ട് കമ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നിരാശയായിരിക്കും കേട്ടോ ഫലം. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. പിന്നെ ഇതിന്റെ ഒരു കൂട്ടുണ്ടല്ലോ എപ്പോഴും. നമ്മുടെ സ്കാർലറ്റ് ജോൺസൺ, ജൊനാഥൻ ബെയ്ലിയാണ് ഇതിന്റെ സെൻട്രൽ ക്യാരക്ടേഴ്സ്. ജൊനാഥൻ ബെയ്ലി എല്ലാവർക്കും അറിയാം. സ്കാർലറ്റ് ജോൺസൺ ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയായിരിക്കാം. ജൊനാഥൻ ബെയ്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റ്ഫ്ലിക്സിലെ സീരീസ് ഉണ്ടല്ലോ ബ്രിഡ്ജറ്റൺ, അതിലൂടെയൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ആളാണ്. സോ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി, ഒരു 2 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മിക്കവാറും എല്ലായിടത്തും കാണുന്ന പോലെ ഒരു ഫാമിലി, അതിലൊരു ചെറിയ പിള്ളേർ, പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ DNA എക്സ്ട്രാക്ട് ചെയ്യാൻ പോകുന്നു ഡിഫറെൻറ്റ് ഡൈനോസേഴ്സിന്റെ. അപ്പോൾ അവർ നേരിടുന്ന കുറച്ച് അഡ്വഞ്ചേഴ്സ് ഇതാണ് പറയുന്നത്. അങ്ങനെ ഇത് തന്നെയൊക്കെയാണ് പഴയ സ്റ്റോറി. എപ്പോഴും ഒരു ഫാമിലിയും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പം ഉണ്ടാവുന്ന ഒരു വൈഡ് ഓഡിയൻസ് അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ. സോ അത് ആ ഒരു സെയിം ഫോർമാറ്റ് തന്നെയാണ് ഇവിടെയും പരീക്ഷിച്ചിരിക്കുന്നത്. എപ്പോഴും ഒരു കൊച്ചു കുട്ടിയും സെൻട്രൽ ക്യാരക്ടറായിട്ട് അങ്ങനെയുണ്ട് ഈ മൂവിയിൽ. പിന്നെ 2 hour മൂവി പ്രത്യേകിച്ച് നമുക്ക് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഒന്നും തരുന്നില്ല, എങ്കിലും ബോർ അടിപ്പിക്കത്തില്ല ഫോർ ഷുവർ. പിന്നെ എന്താ പറയുന്നത്, വീക്ക് എൻഡ്സിലൊക്കെ ഫാമിലി ആയിട്ട് കൊച്ചു പിള്ളേരൊക്കെ ആയിട്ട് പോയി കാണാൻ പറ്റിയൊരു മൂവിയാണ് ഓഫ് കോഴ്സ്. അതല്ലാതെ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊരു എന്താ പറയുന്നത് ഒരു അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു, ഇതിനു മുമ്പ് ഇങ്ങനെ ഇത് കണ്ടിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. മൂവി ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ്. അതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ നമുക്ക് പോയി കാണാം, വീക്കെൻഡിലൊക്കെ പോയി, അത് ബോർ അടിപ്പിക്കുന്നില്ല. പക്ഷെ പ്രഡിക്റ്റബിൾ ആണ്. ഇന്ന ആള് മരിക്കും, അല്ലെങ്കിൽ ഇന്ന ആള് ഡൈനോസർ കൊല്ലും, ഇന്ന ആള് എന്താ വന്നിരിക്കുന്ന എയിം അവർ ലക്ഷ്യത്തിലെത്തും. ഇതെല്ലാം നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് വേണം കറക്റ്റായിട്ട് പറയാം ഇന്നാളെന്ന്. ബോർ അടിപ്പിക്കുന്നില്ല ഇവിടെ. അത് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഒരു പോസിറ്റീവ് തിങ്. ബോർ അടിപ്പിക്കും. അപ്പം കാണാത്തവർ പോയി കാണുക, കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഷെയർ, ലൈക്ക്, പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഇതിനെ കാണാം.